ചേർന്നു പിറന്നു നമ്മുടെ മൊഴി മലയാളം. കേരള നാട്ടിലെ വാടാമലരെ മാലോകത്തിൻ മജ്ജാമധുരേ കഥ പറയുന്നവരുടെ കാതലിയേ
സ്വാഗത ഗാനാവതരണം നടന്നിരിക്കുകയാണ്. അതിൻ്റെ നൃത്താവിഷ്കാരം ആശാശരത്തും സംഘവുമാണ് നിർവഹിച്ചത്. 64ാമത് സ്കൂൾ കലോത്സവത്തിന് അങ്ങനെ കൊല്ലം നൃത്തപ്പകിട്ടോടുകൂടി അതിൻ്റെ തുടക്കത്തിലേക്ക് കടക്കുകയാണ്. 24 വേദികളാണ് ഒരുങ്ങിയിരിക്കുന്നത്. മുഖ്യ വേദിയിൽ സ്വാഗത ഗാനാവതരണവും അതിൻ്റെ നൃത്താവിഷ്കാരവുമാണ് ഇപ്പോൾ കണ്ടത്. മുഖ്യമന്ത്രി അടക്കം പ്രമുഖരുടെ ഒരു നിര തന്നെ അത് കാണാനുണ്ടായിരുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനവും നിർവഹിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ആശ്രാമ മൈതാനത്ത് കൊടിയേറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസാണ് പതാക ഉയർത്തിയത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിയിക്കും. പിന്നെ കേരളത്തിന് കലാപൂരത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. 24 വേദികളിലായി 14,000 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ആവേശം ചോരാതെ കലോത്സവ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ഉം സജ്ജം. 24ന്റെ പ്രത്യേക പവിലിയൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കലോത്സവ നഗരിയിൽ നിന്ന് അനുജ രാജേഷ്, സ്മിത ഹരിദാസ്, പ്രവിത ലക്ഷ്മി എന്നിവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അനുജ രാജേഷിലേക്ക്. അനുജ, സ്വാഗത ഗാനാവതരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ചടങ്ങുകൾ എന്തൊക്കെയാണ്? വേണു, അല്പസമയം മുൻപാണ് സ്വാഗത ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരം നമ്മൾ കണ്ടത്. വളരെ മനോഹരമായിരുന്നു ആ പരിപാടി. ആശാശരത്തും അവരുടെ കുട്ടികളും ചേർന്ന് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടത്. കേരളം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം എന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിൻ്റെ കലാരൂപങ്ങൾ, ഓട്ടംതുള്ളലും കഥകളിയും അതുപോലെ മോഹിനിയാട്ടം, അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾ നമ്മൾ അവിടെ കണ്ടു. രമേശ് നാരായണാണ്, പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ രമേശ് നാരായൺ ആണത് ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇപ്പോൾ അതിനു മുൻപായി നമ്മൾ മറ്റു ചില കലാപ്രകടനങ്ങളൊക്കെ കണ്ടിരുന്നു. ഭിന്നശേഷി കുട്ടികളുടെ ഒരു കലാപ്രകടനം, കൂടാതെ ഭിന്നശേഷി കുട്ടികളുടെ കലാപ്രകടനം കണ്ടിരുന്നു. അതുകൂടാതെ ഗോത്ര കലാരൂപം, മംഗലം കളി എന്ന കാസർഗോഡ് നിന്നുള്ളൊരു ഗോത്ര കലാരൂപം, അത് നമ്മൾ കണ്ടു. അങ്ങനെ ആ കലാപരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതോടെ 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയും. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തി. അതോടെ ഈ പരിപാടി ആ തരത്തിലേക്ക് ഔദ്യോഗികമായി തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ, MP, MLA ഒക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്നൊക്കെയുള്ള മന്ത്രിമാർ ജെ ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ, അതുപോലെ KN ബാലഗോപാലൊക്കെ ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്. അതുപോലെ മന്ത്രിമാരുടെയൊക്കെ വലിയൊരു സാന്നിധ്യമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് അല്പസമയത്തിനകം തന്നെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കും. അത് ഔദ്യോഗികമായി തന്നെ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ അതിനായുള്ള കാത്തിരിപ്പിലാണ്. KB ഗണേഷ് കുമാർ ഒക്കെ എത്തിയിട്ടുണ്ട്. വലിയ ഈ സദസ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തിങ്ങി നിറഞ്ഞ ഒരു സദസ്സാണ്. 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയൊരു പന്തൽ, അതാണ് ഈ പ്രമുഖ വേദി എന്നുള്ളത്. ഇവിടെ ഒരേ സമയം 10,000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്നതാണ് ഈ വേദി. വേണു, തിങ്ങി നിറഞ്ഞാണ് നമ്മളിപ്പോൾ ആദ്യ ദിനം ഈ ഉദ്ഘാടന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലേക്ക് വലിയ ജനപങ്കാളിത്തമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉദ്ഘാടനം, 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. അതിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. വേണു, ശരി. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ഇനി നിമിഷങ്ങളുടെ മാത്രം കാത്തിരിപ്പ് മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനം ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപ് നടന്ന സ്വാഗത ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരമാണ് എല്ലാവരും കണ്ടത്. വളരെ ഹൃദ്യമായ അനുഭവമായിരുന്നു അത്. കേരളത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകളെ മുഴുവൻ സമന്വയിപ്പിക്കുന്ന നൃത്താവിഷ്കാരമാണ് ആശാശരത്തും സംഘവും അവിടെ അവതരിപ്പിച്ചത്.